ഒരു ജോലിക്കും പോണ്ട, ഇവിടെ ഇരുന്നിങ്ങനെ പാട്ടും കേട്ട് വല്ലവന്റെ എച്ചനും തന്നെ ജീവിച്ചോ. എടോ, താൻ എന്തൊക്കെയാ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇനിയൊന്നും പറ്റാനില്ല, എനിക്ക് മടുത്തു. വെറുതെ ഭർത്താവാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമല്ല. ഭാര്യയെ സംരക്ഷിക്കാൻ അറിയണം, ഇല്ലെങ്കിൽ പോയി തൂങ്ങി ചാവണം. വെറുതെ വല്ലവന്റെയും ചെലവ് ജീവിക്കുന്നതിനൊക്കെ ഭേദം അതാ. നീ ഇപ്പൊ എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ നിന്നോട് അതിന് എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ഞാനാണല്ലോ. നിങ്ങളെ പ്രേമിച്ച് കല്യാണം കഴിച്ചു. എന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. 3 ഏട്ടന്മാരും ഭർത്താവും ഉണ്ടായിട്ടും വല്ലവരുടെയും ചെലവിൽ കഴിയാനാ എന്റെ വിധി. നീ ഇങ്ങനെ കരഞ്ഞു ബഹളം വെക്കാനും മാത്രം ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഉണ്ടായത് എന്താണെന്ന് അറിയണോ നിങ്ങക്ക്? ഇനിയൊരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. നീ ഒന്ന് സമാധാനിക്കേ. മീരടുത്ത് ഇതൊന്നും മനഃപൂർവ്വം പറഞ്ഞതായിരിക്കില്ല. അനൂപേട്ടനോട് വഴക്കിട്ടപ്പുണ്ടായ വിഷമം കൊണ്ട് പറഞ്ഞതായിരിക്കും. നാണുണ്ടോ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? ഭാര്യ വെട്ടി 10 ദിവസം പരമസുഖം, അത് കഴിഞ്ഞാ പട്ടിക്ക് സമമെന്നാ പണ്ടുള്ളവര് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇതിപ്പോ ഭാര്യ വീട് പോലുമല്ല, ഏതോ ഒരാളുടെ വീട്. വല്ലവരുടെ അധ്വാനത്തിന്റെ ഭാഗം പറ്റി എത്ര നാളിങ്ങനെ ജീവിക്കും? നീ ഒരാണല്ലേ? ഇത്രയൊക്കെ കേട്ടിട്ട് ഇനി ഇവിടെ നിൽക്കണോ? ഇനി ഇവിടെ അപമാനം സഹിച്ചു നിൽക്കാൻ എന്നെ കൊണ്ട് വയ്യ.